മാംഗോ ജാം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 3 കിലോ മാങ്ങയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ 2 വെറൈറ്റി മാങ്ങയുണ്ട്. ഇത് മല്ലിക എന്ന് പറഞ്ഞ വെറൈറ്റി മാങ്ങയാണ്. അതുപോലെ ഈ ഒരു മാങ്ങ ബെങ്കിനാപ്പള്ളിയാണ് കേട്ടോ. അപ്പൊ ഏത് മാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പൊ മല്ലിക എന്ന് പറഞ്ഞ ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം നല്ല കളറുള്ള മാങ്ങയാണ്. പക്ഷെ ബെങ്കിനാപ്പള്ളിക്ക് അധികം കളറില്ല. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ കമ്പൈൻ ചെയ്തെടുക്കാം, ഫ്ലേവേഴ്സ് നോക്കിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും. ജാം ഉണ്ടാക്കാൻ നന്നായിട്ട് വരും. അതുപോലെ മാങ്ങ സെലക്ട് ചെയ്യുമ്പോൾ നാരുകൾ കുറവുള്ള നല്ല ഫ്ലഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കാം കേട്ടോ. അതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരിക. ഇപ്പൊ നാരുകൾ ഒരുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് അരിച്ചൊക്കെ എടുക്കേണ്ടി വരും പ്യൂരി. അപ്പൊ ഇനി ഇതിപ്പോ കട്ട് ചെയ്തെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു 6 മാങ്ങയും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ സൈസിലുള്ള മാങ്ങയാണ് കേട്ടോ. ഈ കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. മാംഗോ ജാം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും വേണ്ട. അതിപ്പോൾ ഏത് ജാം ആണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് നെല്ലിക്ക ജാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പൈനാപ്പിൾ ജാമിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിൾ ജാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സെയിം മെത്തേഡ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു മാംഗോ ജാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര, നാരങ്ങാനീര്, പിന്നെ മാങ്ങ, ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കും തോറും കൂടുതൽ സമയം വേണ്ടി വരിക. ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അധികം സമയമൊന്നും വേണ്ടി വരില്ല. ഇപ്പോൾ ഈ 2 മാങ്ങയ്ക്കും അത്യാവശ്യം നല്ല മധുരമുണ്ട്. ബെങ്കിനാപ്പള്ളി നല്ല മധുരമാണ്. ഈ ഒരു മല്ലികയ്ക്ക് ചെറിയൊരു പുളിയുണ്ട് ചില മാങ്ങയ്ക്ക് കേട്ടോ. അപ്പോൾ ഇതിന് എടുക്കണ പഞ്ചസാരയുടെ അളവ് നമ്മൾ എടുക്കണ മാങ്ങയുടെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഇതിലൊരു പ്രിസർവേറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പഞ്ചസാര ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ ഒരു മാംഗോ ജാം അത്യാവശ്യം കുറച്ച് നാള് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നാരുകൾ ഒരുപാടുള്ള മാങ്ങയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്യൂരി തയ്യാറാക്കിയതിന് ശേഷം അരിച്ചൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുക്കട്ടെ. ഇപ്പം ഇത് കണ്ടോ, ഇതുപോലെ പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുക. വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയത്ത് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ മാങ്ങയെല്ലാം കണ്ടില്ലേ, ഞാൻ ഇതുപോലെ പ്യൂരി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള പ്യൂരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അളന്ന് നോക്കിയ സമയത്ത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 7 കപ്പ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കണം മാങ്ങയ്ക്ക് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. പിന്നെ ജാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം, എന്നാലേ നന്നായിട്ട് വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ ചേർക്കാവുന്നതുള്ളൂ. ഇനിയിപ്പോൾ അത് ഒന്ന് ചൂടായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ആണ് ചേർക്കണത്. 250 ml കപ്പിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലൂസായിട്ട് വരും പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. ഇപ്പം ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ലൂസായിട്ട് വന്നിട്ടുണ്ട് പഞ്ചസാരയൊക്കെ ഉരുകി വന്ന സമയത്ത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം നല്ല പോലെ തന്നെ. അപ്പോൾ ഇളക്കി കൊടുക്കുക. പക്ഷെ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഉരുളിക്കാണെങ്കിൽ നന്നായിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. എങ്ങനെയാണെങ്കിലും അടിയിൽ പിടിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു നാരങ്ങയുടെ 1/4 ഭാഗമാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കണത്. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടി പോയിരുത് കേട്ടോ, വളരെ കുറച്ച് മതി. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇളക്കി കൊടുക്കുക. ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ. ഇപ്പം കണ്ടു, ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കാക്കി എടുക്കണ്ട. ഒരുപാട് തിക്കാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ തണുക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിക്കായിട്ട് മാറും. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബ്രെഡിൽ അല്ലെങ്കിൽ എന്താ പറയുക പറാത്ത, ചപ്പാത്തി അതിലൊന്നും സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡി ആയിട്ട് വന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ
കുറച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഡ്രോപ്പ് ഇതുപോലെ ഒഴിക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമ്മളിത് ഇതുപോലെ പിടിക്കുമ്പോൾ ഇത് താഴേക്ക് വീഴരുത്. ആ ഡ്രോപ്പ് അവിടെ തന്നെ നിൽക്കണം. വേണ്ട, ഇത് താഴേക്ക് വീഴണില്ല തീരെ, അവിടെ തന്നെയാണ് നിൽക്കണത്. അപ്പോൾ ജാം കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നു എന്നർത്ഥം. മധുരമൊക്കെ നോക്കുക, കറക്റ്റ് ആണോ നോക്കുക. ഇതിലിപ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, അതുപോലെ നമ്മൾ എടുക്കണം മാങ്ങയ്ക്കനുസരിച്ചൊക്കെ നമുക്ക് മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ നമ്മുടെ ജാം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷെ ഇത് തണുത്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊട്ടിത്തെറിക്കും കേട്ടോ. നന്നായിട്ട് മുകളിലേക്ക് ബബിൾസ് ഒക്കെ വന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ കുറച്ച് നീങ്ങി നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് വലിയ തവി ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് വലിയ കടായി തന്നെ ഉപയോഗിക്കാം. അപ്പോൾ കൂടുതൽ പുറത്തേക്കൊന്നും പോവില്ല. പിന്നെ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ജാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് തണുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മാംഗോ എസെൻസ് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ഉപയോഗിക്കണ മാങ്ങയ്ക്ക് ഫ്ലേവറൊക്കെ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മാംഗോ എസെൻസ് ഉപയോഗിക്കാം. ഇതിനിപ്പോൾ ആവശ്യത്തിന് ഫ്ലേവറൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കളർ ആണെന്നുണ്ടെങ്കിലും ഇതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മാങ്ങയ്ക്ക് തന്നെ നല്ല കളറുണ്ട്. അപ്പോൾ കളർ കുറവുള്ള മാങ്ങയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഉപയോഗിക്കാം കേട്ടോ, യെല്ലോ ഫുഡ് കളർ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ജാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പിറ്റേ ദിവസമായി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്ലാസ് ജാർ എടുക്കുമ്പോൾ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്ത ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം കേട്ടോ. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഹോം മെയ്ഡ് മാംഗോ ജാം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഞാൻ വേറെ ബോട്ടിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ മാംഗോ ജാം കണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡിൽ അല്ലെങ്കിൽ ചപ്പാത്തിയിൽ പറാത്തിയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു മാംഗോ ജാം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മാംഗോ ജ്യൂസ് തയ്യാറാക്കാമെന്ന് കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ അത് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മാംഗോ ജാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അളവാട്ടെ കാണിക്കണത്. 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഈ ഒരു മാംഗോ ജാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്, നമ്മുടെ മധുരത്തിനനുസരിച്ച്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. എത്ര തിക്നെസ് വേണം, എത്രയ്ക്ക് ഒരു മാംഗോയുടെ ഫ്ലേവർ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ കൂടുതൽ ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചെറിയ പുളിരസം വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഇതിലിപ്പോൾ ഞാൻ നാരങ്ങ നീര് ചേർക്കണില്ല. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസും റെഡി ആയിട്ടുണ്ട്, അതുപോലെ മാംഗോ ജാമും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാംഗോ ജാം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോട്ടിലിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഗ്ലാസ് ജാർ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും കൂടുതൽ നാൾ ഈ ഒരു മാംഗോ ജാം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ കറണ്ട് പോവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കേടുവരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മാംഗോ ജാം തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ച് മാംഗോയുടെ സീസൺ ആണല്ലോ. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ മാംഗോ ജാം ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു മാംഗോ ജ്യൂസും തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.